അസമിൽ കൽക്കരി ഖനിയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം നിർണായക ഘട്ടത്തിൽ. ഖനിയിൽ പമ്പിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിവരങ്ങൾ എന്താണ്? വിജിത്, കഴിഞ്ഞ 3 ദിവസമായി ഈ കൽക്കരി ഖനിക്കകത്ത് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. ആദ്യം 15 തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നു എന്ന വിവരമാണ് പുറത്തുവന്നത്. പിന്നീടാണ് ഒരു കൃത്യമായ കണക്ക് പുറത്തു വിട്ടത്. ഏതാണ്ട് 9 തൊഴിലാളികളാണ് കുടുങ്ങിക്കിടന്നത്. അതിൽ ഒരു തൊഴിലാളിയുടെ മൃതദേഹം ഇന്നലെ പുറത്തെത്തിച്ചു. ഇന്നിപ്പോൾ കൂടുതൽ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നു വരികയാണ്. നാവികസേനയുടെയും കരസേനയുടെയും എല്ലാം തന്നെ വിദഗ്ധരും അതോടൊപ്പം അത്യാധുനിക ഉപകരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മേഖലയിൽ നടക്കുന്നത്. ഏതാണ്ട് 72 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു തൊഴിലാളികൾ ഈ ഖനിക്കകത്ത് കുടുങ്ങിക്കിടന്നിട്ട്. എന്തായാലും ഇന്നിപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം മാറിയിട്ടുണ്ട്. വലിയ പൈപ്പുകൾ ഇപ്പോൾ ഈ ഖനിക്കകത്ത് അത് താഴ്ത്തി അതിനുശേഷം അവിടുത്തെ വെള്ളം അത് പമ്പ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടി തന്നെ തൊഴിലാളികളുടെ അടുത്തേക്ക് ഈ നാവികസേനയുടെയും അതോടൊപ്പം തന്നെ കരസേനയുടെയും വിദഗ്ധ സേനാ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ അവിടെ എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എന്തായാലും സേനാ വിഭാഗങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിനുശേഷം ഇന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു സുപ്രധാന നടപടിയിലേക്ക് കടക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ദീമ ഹസാവോ ജില്ലയിൽ ജനുവരി 6-നാണ് തൊഴിലാളികൾ ഖനിക്കകത്ത് കുടുങ്ങിക്കിടന്നത്. നമുക്കറിയാം, വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് മേഖലയിൽ നടക്കുന്നത്. മേഘാലയ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ ഈ സേനാ വിഭാഗങ്ങൾക്ക് അവിടെ എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം തിരിച്ചടിയ. പക്ഷേ പിന്നീട് ഈ നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൽക്കരി ഖനി അപകടത്തിൽ അതിന്റെ രക്ഷാദൗത്യം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.